നിരപരാധികൾക്ക് നേരെ ബോംബിടുന്നതാണോ കൊറേജ്? ചതിച്ച പെണ്ണിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നതാണോ ധൈര്യം? മണ്ടത്തരങ്ങൾക്കും കാട്ടിക്കൂട്ടലുകൾക്കും പട്ടുകുട പിടിക്കുന്ന ചേട്ടന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളെ ചതിച്ച, നിങ്ങളെ വേദനിപ്പിച്ച ഒരാളിന്റെ കണ്ണിൽ നോക്കി ചിരിച്ച് സത്യസന്ധമായി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയുള്ള മച്ചാന്മാർക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ ധൈര്യത്തിന്റെ നട്ടലിൽ എക്സ്റേ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. ഇവനെ എന്താവും ചിന്തിക്കുന്നതാവാം അല്ലേ? എന്റെ പേര് ഹോസിയ. ഞാൻ ദൈവത്തിന്റെ തോറ്റുകൊടുക്കാത്ത സ്നേഹത്തിന്റെ ബ്രാൻഡ് അംബാസഡറായ പ്രവാചകനാണ്. മറ്റൊരു പ്രവാചകനും ലഭിക്കാത്ത ഒരു വിചിത്രമായ ടാസ്കാണ് ദൈവം എനിക്ക് തന്നത്. നീ പോയി അവിശ്വസ്തയായ ഗോമർ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നതായിരുന്നു ദൈവകൽപ്പന. ഞാൻ അവളെ കല്യാണം കഴിച്ചു, അവളെ പൊന്നുപോലെ നോക്കി. ബട്ട് പണിപാളി. വിവാഹം കഴിഞ്ഞ് 3 മക്കളൊക്കെ ആയപ്പോഴേക്കും ഗോമറിന്റെ സ്വഭാവം മാറി. പണത്തോടും ആർഭാടത്തോടുമുള്ള അവളുടെ ആക്രാന്തം കൊണ്ട് അവൾ എന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയി. ആളുകളൊക്കെ എന്നെ ട്രോളി. കഥയിൽ വീണ്ടും ട്വിസ്റ്റ്. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഗോമറിന് മനസ്സിലായത് താൻ പോയ വഴി തെറ്റാണെന്ന്. കൂടെയുണ്ടായിരുന്നവർ അവളെ ചതിച്ചു, അവളെ അടിമച്ചന്തയിൽ ലേലത്തിന് വെച്ചു. ഇപ്പോഴാണ് കർത്താവിന്റെ സ്നേഹം നിങ്ങൾ കണ്ണേണ്ടത്. ഹോസിയ, നീ വീണ്ടും പോയി അവളെ സ്നേഹിക്കണം, അവളെ വില കൊടുത്തു വാങ്ങണം. മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ ചതിച്ച, നിങ്ങളെ അപമാനിച്ച ഒരാളെ നിങ്ങൾ വീണ്ടും സ്വീകരിക്കുമോ? ഞാൻ ചെയ്തത് അതല്ല. ഞാൻ ആ അടിമച്ചന്തയിലേക്ക് ചെന്നു, പണവും ബാർലിയും കൊടുത്ത് അവളെ ഞാൻ ലേലത്തിൽ വാങ്ങി, അവൾക്ക് ജീവിതം നൽകി. Wait a minute. നിന്റെ ലൈഫും ദൈവം ലേലത്തിൽ വാങ്ങിയതാണ്. സ്വന്തം ജീവനാണ് ആള് കൊടുത്തേ എന്ന് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. ജീവൻ എടുക്കലല്ല വെല്ലുവിളി, ജീവിതം കൊടുക്കലാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും.